കാരണം ഇൻസ്റ്റയിൽ ഇന്നലെ ഇങ്ങനെ ഇത് തെരയുമ്പോൾ ഒരു രക്ഷിതാവ് ഒരു അമ്മ ഒരു പച്ച ടീഷർട്ടിൻ്റെ ഒരു കുട്ടീനെ കണ്ടിട്ട് ഡാൻസ് കളിപ്പിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊന്നിങ്ങനെ ക്യൂരിയോസിറ്റി വന്നു. കാരണം കുട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, ഇനി ഡാൻസ് കളിക്കപ്പോൾ നമുക്കൊന്നും ആർക്കും അറിയില്ല. പക്ഷെ അവൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അവനതിൽ തീരെ താല്പര്യമില്ലാത്ത മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവൻ്റെ. പക്ഷേ അമ്മയാണെങ്കിലോ അമ്മ ഇങ്ങനെ കുട്ടീനെ പിടിച്ചിട്ട് ഇങ്ങനെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടൊക്കെ മനസ്സിലാവും അത്, അമ്മ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റഡായി എന്താണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു വരാൻ കാരണം എന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടി JEE-യിലെ ടോപ്പിൽ വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവനോട് ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ അവിടെ എൻജോയ് ചെയ്യാൻ പറയാണ്. എൻജോയ് ചെയ്യാൻ പറയുമ്പോൾ അവനറിയുന്നില്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനാകെ അറിയുന്നത് എന്താ വെച്ചാൽ ഈ രാവിലെ 6 മണിക്ക് എണീക്കുക, രാത്രി 11 വരെ പഠിക്കുക, ആ ഒരു പാറ്റേൺ മാത്രമേ അറിയുള്ളൂ. സാമൂഹികമായിട്ടുള്ള ജീവിതമല്ല, സോഷ്യൽ മീഡിയ അല്ല. സോഷ്യൽ മീഡിയ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. അതിൽ നമുക്ക് അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ പഴയ കീപാഡുള്ള ഫോൺ ഉണ്ടല്ലോ, നമ്പറിംഗ് ഫോൺ, ആ ഫോൺ മാത്രമേ അവരുടെ അടുത്തുള്ളൂ. हिमांशी क्या परसेंटाइल वगैरह है आपकी? 99.47 आया है. दिखाओगे मैं? मेरा नाम ओम शिवर है, मेरी 99.75 परसेंटाइल आई JEE. दिखाओगे आप? दिखा देता हूँ सर. दिखाओ. मेरे पास iPhone 19 है वैसे. ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ മാറ്റി വെച്ച് തന്നെ പറ്റുള്ളൂ. അതായത് സ്മാർട്ട് ഫോൺ മാറ്റി വെച്ചിട്ട് തന്നെ പറ്റുള്ളൂ. അത് ആ കുട്ടികൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ JEE-യിൽ ഏറ്റവും നല്ല സ്കോർ ഉണ്ടാക്കാൻ പറ്റിയത്.